ഹായ് നാട്ടുകാരെ, വീട്ടുകാരെ, നമ്മളിവിടെ എല്ലാവരും കൂടിയിട്ടുള്ളത് തന്നെ നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോമ്പറ്റീഷൻ നടത്തുന്നത്. അതും ബ്യൂട്ടി കോമ്പറ്റീഷൻ. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് ഇതിന് വേണം. അപ്പൊ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ സ്കൂളിലെ 2 വർഷമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി നിർവഹിക്കുന്ന നമ്മുടെ റൂബി ടീച്ചർ. നമസ്കാരം. പിന്നെ നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വീണ്ടും നോക്കി നിർവഹിക്കുന്ന, അതേപോലെ തന്നെ എന്ത് കാര്യം പറഞ്ഞാലും അത് കൃത്യമായിട്ട് നിർവഹിച്ചു തരുന്ന നമ്മുടെ പിടി പ്രസിഡന്റ് സുകുമാർ ചേട്ടൻ. നമസ്കാരം. പിന്നെ നമ്മുടെ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ഓരോ തവണയും 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചു കൊടുക്കുന്ന നമ്മുടെ സ്വന്തം ഷീബ ടീച്ചർ. നമസ്കാരം നമസ്കാരം. അപ്പോ 2 വാക്കിനായിട്ട് നമ്മുടെ സ്വന്തം പ്രിൻസിപ്പലിനെ വിളിക്കുന്നു. ഹായ് നമസ്കാരം. ഇവിടെ പലരും വന്നിട്ടുള്ളത് നമ്മളെ ഈ മത്സരം കണ്ട് ആസ്വദിക്കാനാണ്. ഈ മത്സരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാലേ, നമ്മുടെ സ്കൂളിൽ ഒരുപാട് നല്ല മിടുക്കികളും മിടുക്കന്മാരുണ്ട് എന്ന് വെച്ചാലേ പഠിപ്പിന്റെ കാര്യത്തില്. എന്നാ മറ്റുള്ളവർക്ക് പഠിപ്പ് മാത്രമല്ല, വേറെ വല്ല കാറ്റഗറിയില് മികച്ച കഴിവുണ്ടെങ്കിൽ നമ്മള് അത് വളർത്തിയെടുക്കാന്നാണ് ഇതിലൂടെ ചിന്തിക്കുന്നത്. ചിലപ്പോ മറ്റുള്ളവർക്ക് മോഡലിംഗ് ആവാനൊക്കെയാലും താല്പര്യം ഉണ്ടാവുക. സോ അത് അവരിൽ എത്രത്തോളം ഉണ്ടെന്ന മാതാപിതാക്കളായിട്ടുള്ള നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കുറച്ച് വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കുറച്ച് നല്ല വാക്കുകളായിട്ട് നമ്മൾ വീണ്ടും PT പ്രസിഡന്റിനെ വിളിക്കുന്നു. ഹായ്. ആദ്യമായിട്ട് സ്കൂളിൽ ഇതുപോലെ നല്ലൊരു പരിപാടി നടത്തുന്നത്. ഇതിൽ പങ്കുചേരാന് എനിക്കൊരു അവസരം കിട്ടി. അതേപോലെ തന്നെ നമ്മുടെ സ്കൂള് എത്ര ഉന്നതിയിലാണ് നമ്മുടെ എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ സാധിക്കൂ. പഠിപ്പിൽ മാത്രമല്ല കുട്ടികൾക്ക് ശ്രദ്ധ വേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ മറ്റു കാറ്റഗറിയിലുള്ളവര് കുറച്ചും കൂടി വളരാൻ വേണ്ടിയാണ്. എന്താ എഴുതിയിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. മതി സാറേ, കയ്യിൽ നോക്കി വായിച്ചത്. എന്ത് പറ്റി പ്രസിഡന്റ്? പിന്നെ നിങ്ങൾക്കറിയാലോ എനിക്ക് ഇച്ചിരി മറവിണ്ടെന്ന്, അതുകൊണ്ട് കയ്യില് എഴുതി കൊണ്ടിരുന്നു. നാണം കെടുത്തി. മതി മതി സാറേ, പൊയ്ക്കോളൂ. നന്ദി, നമസ്കാരം. എല്ലാവരും ശ്രദ്ധിക്കുക, ഒരാളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ കൂക്കി വിളിക്കല്ലേ വേണ്ടത്. ഓക്കേ, ശ്രദ്ധിക്കണേ. കൂക്കി വിളിക്കാണല്ലോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാവില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവരാ. നിങ്ങളുടെ ഓരോ കുട്ടിയുടെയും ഇഷ്ടം എന്താണോ അതിലൂടെ വേണം സഞ്ചരിക്കാനായിട്ട്. എന്നാ പിന്നെ നമുക്ക് ഡ്രസ് ഇടാതെ. അതെ അതെ, ഞാൻ പറയായിരിക്കായിരുന്നു. പിന്നെ എന്റെ അമ്മച്ചി വന്നിക്കണ. ഓഹോ, ഞാൻ കണ്ടില്ലല്ലോ. എവിടെ? അലിബനെ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ ഇരിക്കണ്ടേ. ആദ്യതരം നന്നായി. പുറത്തേക്ക് മഴയുണ്ട് വിചാരിച്ചിട്ട് ഇപ്പോഴും ചൂടല്ലേ, ആ AC ഇരുന്നിട്ട് കുറച്ചങ്ങ് തണുക്കട്ടെ അല്ലേ? അതെ. മിക്കവാറും ജാസ്മിൻ ആയിരിക്കും. എനിക്കതാ തോന്നണേ. സത്യം പറഞ്ഞ അന്നെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് ഹോളിതൊക്കെ ചെയ്ത് നമ്മൾ നേരത്തെ മനസ്സിൽ വിചാരിച്ചതാ. അതെ അതെ, ശരിയെന്നാ അവിടെ ഷെൽഫിൽ നിന്റെ ഡ്രസ് അത് എടുത്തോണ്ട് വാ. ഓക്കെ ഓക്കെ. സത്യം പറഞ്ഞ ഓള് ഞാൻ നല്ല ഡ്രസ് ഇട്ടിട്ട് സ്റ്റേജിൽ വന്ന സമയത്ത് ഓൾ ആകെ ഷോക്കാവും. അത് പറയണോ? എവിടെ ഡ്രസ്? അത് പിന്നെ അത് കാണാനില്ല. നമ്മൾ വെച്ച സ്ഥലത്തേക്ക് നോക്കി, അവിടെ എവിടെ ഇല്ല. ഫിദ പറ്റിച്ചേ. ഇപ്പഴാ ശ്വാസം നേരെ വീണേ. എന്തൊക്കെയാ സംസാരിക്കണേ? വെറുതെ നിന്നൊന്ന് പറ്റിച്ചു നോക്കിയതാ. പറ്റിച്ചോ ഒന്ന് പോവിടുന്ന്. ശരിയെന്നാ, പെട്ടെന്ന് ഡ്രസ് എടുക്കൂട്ടോ. അതിനുശേഷം നമുക്ക് മേക്കപ്പ് ഒക്കെ ഇടണ്ടേ? മേക്കപ്പ് ഒക്കെ ഇടാനെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടിരിക്കുക. ജാൻമേഡം വന്നോ? ഇല്ല, ഇപ്പൊ വരുന്ന പറഞ്ഞിരിക്കണേ. ഓക്കെ. പേടിച്ചു പോയി ഞാൻ അങ്ങോട്ട്. ഈ പെണ്ണിന്റെ ഒരു കാര്യേ. എവിടെ ആയിരിക്കും? ഒരുപാട് നടന്നും ചെയ്യൂ, ഒരുപാട് തിരിഞ്ഞും ചെയ്തു. എവിടെ റൂമെന്നാവോ? ഈ ബാഗും വെച്ച് നടക്കാനേ ചില്ലറ പണിയാണോ? ഇവർ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഞാൻ കൊഴിഞ്ഞു പോയി. ഹായ്, ആരാ?
ഫ്രണ്ടാ. എന്നാ ശരി, ഓളെവിടെ? അത് പിന്നെ ഓളെ ഡ്രസ് എന്തോ കാണാതായിട്ടുണ്ടെന്ന് പറഞ്ഞെടുക്കണ്ടായിരുന്നു. അതുകൊണ്ട് ഓൾക്ക് ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റൂല. പിന്നെ ഡ്രസ് കാണാതാവേ ഓൾദോ ഓളിപ്പോ ഡ്രസ് ഇട്ടിട്ട് ഇപ്പോ നാറി പിക്ക് ഇട്ടുന്നീനോ. അതിനുശേഷം ഞാൻ ഓൾ കുറേ നേരം വിളിക്കണേ എവിടാ സ്ഥലം. ബട്ട് കുറേ നേരം ഫോൺ വിളിക്കണ ഓൾ എടുക്കണൂല. അതേപോലെ തന്നെ ഞാനാണെങ്കിൽ കുറേ ക്ഷീണിച്ചും ചെയ്തു. അല്ല ആ ഫോട്ടോ ഉണ്ടോ? അല്ല മോളെ അവളെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഡ്രസ് ഇട്ടതൊന്നും കണ്ടില്ലേ? അത് പിന്നെ കുറച്ചേരായി ഓള് ഡ്രസ് കാണാനല്ല പറയണോ. പിന്നെ ഞാൻ എന്റെ മമ്മി വന്നപ്പോ മമ്മിന്റെ ഒപ്പായിരുന്നു ഇതുവരെ, അതുകൊണ്ടാ ചോദിക്കണേ. അതേപോലെ തന്നെ ഓള് ഡ്രസ് ഓള് സർപ്രൈസ് ആയിട്ട് വെച്ചായിരുന്നു. പ്ലീസ് എനിക്കൊന്ന് കാണിച്ചു തരോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓ മൈ ഗോഡ്, ഓൾ നമ്മളെ പറ്റിച്ചെന്ന് തോന്നണേ. ഞങ്ങൾക്ക് കാണിച്ചെന്ന ഡ്രസ് വേറെ, ഓൾ ഇടുന്ന ഡ്രസ് വേറെയോ? നോ. ഹേ അത് പിന്നെ ഇതിനേക്കാളും നല്ല നല്ല ഡ്രസ് മറ്റുള്ളവര് ഇട്ട് റെഡി ആവുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ പറയണേ, അതിനേക്കാളൊന്നും ഡ്രസ് രസമില്ല. ശരി ശരി, ആ മേക്കപ്പ് ചെയ്യേണ്ട റൂം ഞാൻ കാണിച്ചു തരാം, വാ അങ്ങോട്ട്. അവിടെ ഞാൻ സാറിനെ വിളിക്കണ്ട കേട്ടോ. അതൊന്നും വേണ്ട ആൻറ്റി, ഇതാണ് ആൻറ്റി റൂം. ശരി ശരി. അല്ല ഇവിടെ ആരില്ലാത്തേ? സാധാരണ ഒരു സ്കൂളിന്റെ എല്ലാ ഭാഗത്തും ആൾക്കാരും കുട്ടികളൊക്കെ ഉണ്ടാവല്ലോ. അത് പിന്നെ മേക്കപ്പ് റൂം അല്ലേ, ആരും അങ്ങോട്ട് വരണ്ട വിചാരിച്ചിട്ടാ ഇവിടെ ആരില്ലാത്തെ. പിന്നെ അത് നിങ്ങൾക്കും സാറിക്കൊക്കെ ഭയങ്കര ഡിസ്റ്റർബ് ആവൂലേ, അതുകൊണ്ടാ. എന്നാ പിന്നെ ശരി എന്നാ ഞാനേ സാറിനെ വിളിക്കാട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. താങ്ക്സ് ഒക്കെ ഞാനല്ലേ പറയേണ്ടത്. അതെന്താന്നറിയോ, ഞങ്ങളെ സാറിനെ അടുപ്പിലായിട്ട് മേക്കപ്പ് ചെയ്യില്ലേ, അതിനു വേണ്ടിട്ടാ. ശരി ശരി, എന്നാ ഞാൻ പോട്ടെ. അങ്ങനെ നിങ്ങളെ ടീം അങ്ങ് ജയിക്കേണ്ട കേട്ടോ.